മുതുകുളം ഈരയിൽ ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീദേവി ഹൈന്ദവ സമിതിയുടെ നേതൃത്വത്തിൽ കിഴക്കേക്കരയിൽ നിന്നും തിരുവാഭരണം ഘോഷയാത്രയും ദേശതാലവും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുതുകുളം ഈരയിൽ ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് ഈരയിൽ ശ്രീദേവി ഹൈന്ദവ സമിതിയുടെ നേതൃത്വത്തിൽ കിഴക്കേക്കരയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയും ദേശതാലവും നടന്നു. കിഴക്കേക്കരയിലെ കല്ലുമൂട് SNDP ശാഖയിൽ നിന്നും ആരംഭിച്ച ഹൈന്ദവ സമിതിയുടെ 3 കരകളുടെ ദേശതാലവും ഒത്തുചേർന്ന് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഇത് ഇരേ ശ്രീദേവി ഹൈന്ദവ സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇരേ ക്ഷേത്രത്തിന് വേണ്ടി 4 കരകൾ രൂപീകരിച്ചു ഹൈന്ദവ സമിതിയുടെ നേതൃത്വത്തിൽ. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ അമ്മയുടെ ഒരു തിരുവാഭരണ ജ്യോതിഷവശാൽ ഞങ്ങളോട് പറഞ്ഞു ഈ തിരുവാഭരണ ഘോഷയാത്ര നടത്തണമെന്നും അത് തുടക്കത്തിൽ ഒരു അല്പമെങ്കിലും 1 ഗ്രാമെങ്കിലും കൊണ്ടുവന്ന് തുടക്കം കുറിക്കണം. 2018 തുടങ്ങിയതാണ്. ഇപ്പോൾ 10-15 പവൻ സ്വർണം വീതമുണ്ട്. അവിടെ 2 അമ്മമാരാണ് ഇരയിൽ ഭദ്രകാളി ശ്രീ ദുർഗാദേവി. കൊടുക്കുമ്പോൾ തിരുവാഭരണം നൽകുമ്പോൾ ഈ 2 അമ്മമാർക്കും തുല്യമായ രീതിയിൽ വേണം കൊടുക്കാൻ. അളവിലൊരു വ്യത്യാസമായ രൂപത്തിലും ഭാവത്തിലും ഒന്നും വ്യത്യാസം പാടില്ല. അങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് ഓരോരോ വർഷവും ഈ 4 കരയിൽ നിന്ന് ഓരോരോ വർഷവും ഇത് ആഘോഷപൂർവ്വം ഓരോ കരയിൽ നിന്നുമാണ് ഇത് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം വന്നിട്ട് വടക്കേ കരയിൽ നിന്നുമായിരുന്നു. ഈ വർഷം ഇത് കിഴക്കേക്കര, അടുത്ത വർഷം പടിഞ്ഞാറേ കരയിൽ നിന്നുമാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിശേഷത. ഇത് മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്സവത്തിനാണ് ഞങ്ങളിത് നടത്താറുള്ളത്. ഇരയിൽ കൊടിയേറി കഴിഞ്ഞ 3ാം ഉത്സവം മുതൽ കരക്കാല ഉത്സവങ്ങൾ തുടങ്ങി 6ാം ഉത്സവം വരെ 4 ദിവസത്തെ 4 കരക്കാല ഉത്സവത്തോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്ര സമാപിക്കുന്നു. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നുള്ള പരിപാടികളാണ് നടക്കുന്നത്. ഇപ്പോൾ 4 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഇത് നടത്തിപ്പോരുന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് നല്ല ഭക്തിപരമായിട്ട് ആഘോഷമായിട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹമായിരുന്നു. അതിപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഒരു 10, 60, 70 താലപ്പൊലിയുണ്ട്. ഇനി അതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 3 കരക്കാരും കൂടെ അവിടെ നിന്ന് ചേർന്നിട്ട് സംയുക്തമായിട്ടാണ് അമ്പലത്തിൽ കൊണ്ട് ദീപാരാധനയ്ക്ക് അമ്മയ്ക്ക് ഈ തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധന നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ അവസരം ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് തിരുവാഭരണം പടിഞ്ഞാറേ കരയിലും കിഴക്കേ നടയിലും നൽകി. ദേവിമാർക്ക് തിരുവാഭരണം ചാർത്തിയ ദീപാരാധനയും നടന്നു. ഹൈന്ദവ സമിതി പ്രസിഡന്റ് വി ദേവദാസ്, സെക്രട്ടറി ദിനരാജൻ, രക്ഷാധികാരി വി അർജുനൻ, ഖജാൻജി കൃഷ്ണൻകുട്ടി, മറ്റ് കരകളിലെ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.